ഹായ്, എൻ്റെ പേര് അഭിമന്യു. ഞാൻ ഇവിടെ ESIC ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി മെഡിക്കൽ കോളേജ് ഹിമാചൽ പ്രദേശിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ബ്രില്യൻറ്റിൽ 2021-22 ബാച്ചിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ പഠിക്കുന്നതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സ് ബ്രില്യൻറ്റിൻ്റെയാണ്. ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള തിരക്കിലായിരിക്കും. സോ ഞാൻ എൻ്റെ കോളേജിനെ കുറിച്ച് ഒരു ചെറിയ റിവ്യൂ തരാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ESIC IP കോട്ട ഓർ ത്രൂ ഓൾ ഇന്ത്യ കോട്ട. പിന്നെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ 19 ESIC മെഡിക്കൽ കോളേജസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ESIC മെഡിക്കൽ കോളേജാണ് എൻ്റെ കോളേജ്, ബോത്ത് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആസ് വെൽ ആസ് ഇൻ അക്കാഡമിക്സ്. ട്രാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ കോളേജിൽ എത്താനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്, ഐദർ ബൈ ഫ്ലൈറ്റ് ഓർ ബൈ ട്രെയിൻ. എൻ്റെ സ്ഥലം കൊല്ലത്താണ്. സോ കൊല്ലം ടു ഞാൻ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ടു ചണ്ഡീഗഡ് ഫ്ലൈറ്റ് വരും, എന്നിട്ട് ചണ്ഡീഗഡ് ടു കോളേജ് ബസ്സുണ്ട്. ചണ്ഡീഗഡ് ടു കോളേജ് 3 hour ട്രാവലുകൾ നമ്മളെ കോളേജിന്റെ ഗേറ്റിൽ തന്നെ ബസ് നിർത്തുന്നതായിരിക്കും. സോ ട്രാവലിന്റെ കാര്യം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ 6 months സമ്മറും 6 months വിന്ററും ആണ്. ഇപ്പോൾ ഇവിടെ സമ്മറാണ് നടക്കുന്നത്. നമ്മൾക്ക് വിന്ററിലാണെങ്കിൽ ടെമ്പറേച്ചർ 1 degree 2 degree വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് വിന്റർ ക്ലോത്ത്സ് ഇല്ലാതെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സമ്മറിലാണെങ്കിൽ നമുക്കിവിടെ മാക്സിമം വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 28 degree 30 degree ആണ്. അതിന് മുകളിലോട്ട് ടെമ്പറേച്ചർ ഒരിക്കലും പോകാറില്ല. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമറ്റ്സ് ആയിരിക്കും നിങ്ങളിവിടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ എൻ്റെ കോളേജിന്റെ ഒരു ചെറിയ ക്യാമ്പസ് ടൂർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ. ഈ കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം. നമ്മളുടെ എല്ലാ ഫംഗ്ഷണൽ ഈവൻസും ഇവിടെയാണ് നടക്കുന്നത്. നമ്മുടെ കോളേജ് ഫെസ്റ്റ് ആയാലും കൾച്ചറൽ ഈവൻസ് ആയാലും എല്ലാം നടക്കുന്നത് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നമ്മുടെ അമൃ യൂണിവേഴ്സിറ്റി എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ്, കോളേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമ്മൾ നേരെ നോക്കിയാൽ കാണാം, ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈബ്രറി. അതിന്റെ 3rd floor ആണ് റീഡിംഗ് ഏരിയ ആണ്. അവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ സമയം പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ 2nd floor ആണ് നമ്മളുടെ റെഫറൻസ് ഏരിയ. നമ്മൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്ന് പഠിക്കുന്ന അവിടെ നിന്നാണ്. പിന്നെ 1st floorലാണ് നമ്മളുടെ നമ്മളുടെ എക്സാമിനേഷൻ ഹോളാണ് 1st floorൽ. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. നമ്മളുടെ ലെക്ചർ തിയേറ്റർ ഫുൾ അവിടെ ആണ്. നമ്മളുടെ 1st year തൊട്ടുള്ള 4th year വരെയുള്ള എല്ലാ ലെക്ചേഴ്സും നടക്കുന്നത് അവിടെ ആണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. നമ്മളുടെ എക്സാമും സ്കോളർഷിപ്പും റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ. നമ്മളുടെ മെയിൻ ഹോസ്പിറ്റലിന്റെ എൻട്രി ഇവിടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ ലൈബ്രറി. നമ്മൾക്ക് അക്കാഡമിക്സിന് ആവശ്യമായിട്ടുള്ള ഏത് ബുക്ക് വേണമെങ്കിലും ഇവിടുന്ന് റെഫർ ചെയ്യാം. നമുക്കാണെങ്കിൽ ബുക്ക് ഇവിടുന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റും. നമുക്കാണെങ്കിൽ അതാണെങ്കിൽ റൂമിൽ കൊണ്ടുവച്ച് പഠിക്കാനും സാധിക്കും. പിന്നെ ഇതും സെൻട്രലൈസ്ഡ് AC ആണ്. നമുക്കാണെങ്കിൽ യാതൊരു ചൂട് അനുഭവപ്പെടത്തില്ല ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ. പിന്നെ നമുക്ക് ഏതൊരു വെറൈറ്റി ബുക്ക് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. അങ്ങനെ ബുക്കിനൊരു ഷോർട്ടേജും ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും സാധ്യതയില്ല. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോ ഇയർ വൈസ് ആണ് ഇവിടെ റാക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയറിൻ്റെ ബുക്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഫൈനൽ ഇയറിൻ്റെ ബുക്സാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വേറെയും നമുക്കുള്ള ഫോറിൻ ഓതേഴ്സിൻ്റെയൊക്കെ ബുക്സ് ഉണ്ട്. സോ നല്ലൊരു ലൈബ്രറിയാണ് നമുക്ക്. ഇതാണ് നമ്മളെ ലെക്ചർ തിയേറ്റർ. സീറ്റിംഗ് കപ്പാസിറ്റി 120 ആണ്. ഇപ്പം പ്രൊഫസർ വന്നിട്ടില്ല, അതാണ് ഞാൻ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നത്. ടീച്ചർ വന്നാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ അലൗഡ് അല്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ട അപ്പം തന്നെ നമ്മളെ ക്ലാസ്സിൻ്റെ വെളിയിലാക്കും. സോ അത് നോക്കണം. കാണുന്നതാണ് നമ്മുടെ ഗ്രീൻ പാർക്ക് ഏരിയ. നമ്മുടെ കോളേജിന്റെ ടൂർണമെന്റ്സ് ഫുള്ള് നടക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ക്രിക്കറ്റ് മാച്ചസ് ആണെങ്കിലും ഫുട്ബോൾ മാച്ചസ് ആണെങ്കിലും ഇന്റർ കോളേജ് മാച്ചസ് ആണെങ്കിലും എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മഴ പെയ്താലും വെള്ളം കെട്ടത്തില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാം റെസിഡൻഷ്യൽ ബ്ലോക്ക്. ഇവിടെയാണ് ടീച്ചേഴ്സും PGസും എല്ലാം റിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ വോളിബോൾ കോർട്ട്. ഇവിടെ നമ്മളുടെ ഇന്റർ കോളേജ് മാച്ചസ് ഒക്കെ നടക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് എല്ലാവർക്കും എക്സാം ആയതുകൊണ്ടാണ് ആരും കളിക്കാൻ വരാത്തത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ക്രിക്കറ്റ് നെറ്റ്. നമ്മളാണെങ്കിൽ ക്രിക്കറ്റ് ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്.
നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ്. നമ്മളാണെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ടൈമിൽ എല്ലാം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. നമ്മളിവിടെ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ദിവസം 300 രൂപയ്ക്ക് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നല്ലൊരു ഗസ്റ്റ് ഹൗസ് ആണ്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് 3rd ഇയർ വരെ ഇവിടെ റൂം ഷെയർ ചെയ്യേണ്ടി വരും. 4th ഇയറിലും നമുക്ക് ഹൗസ് സർജൻസിക്ക് നമ്മൾക്കാണെങ്കിൽ സിംഗിൾ റൂം കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ RDH. നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിലോട്ടുള്ള എൻട്രി ആണ് ഞാൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബ്ലോക്ക്. രാവിലെ 9 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓപ്പൺ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബ്ലോക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ, ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഈ കാണുന്ന നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിന്റെ റിസപ്ഷൻ ഇല്ല. പിന്നെ ഫസ്റ്റ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ബി ബ്ലോക്കിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ റാഗിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഫുഡൊക്കെ കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ഇയറിലല്ല, ഇവിടെ 1 ഇയറിൽ റാഗിങ്ങിന്റെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ എന്നാലും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ടാണ് ഇവിടെ നമ്മളൊക്കെ ഫുഡ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ റീഡിങ് ഏരിയ. നമുക്ക് ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ഇരുന്ന് പഠിക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ റൂമിൽ ഇരുന്ന് പഠിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ മെസ്സ്. നമുക്കാണെങ്കിൽ പെർ മന്ത് ഫീസ് വരുന്നത് 3000 ആണ്. നല്ലൊരു മെസ്സാണ്. നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിന്റെ C ബ്ലോക്ക്. ദിസ് ഇസ് A ബ്ലോക്ക് ആൻഡ് ദിസ് ഇസ് our B ബ്ലോക്ക്. ഇപ്പൊ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റൂം കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് സ്വന്തമായിട്ട് ഒരു ബെഡ് ഉണ്ട്, പിന്നെ അൽമാര ഉണ്ട്, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, പിന്നെ ഡ്രോവർ ഉണ്ട്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ജിമ്മ്. നമുക്കാണെങ്കിൽ ഇവിടെ സൈക്ലിങ്ങിനുള്ള മെഷീനുണ്ട്, പിന്നെ ട്രെഡ്മില്ലുണ്ട്, പിന്നെ പഞ്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മെഷീനുണ്ട്, പിന്നെ ലാറ്റ് പുൾ ഡൗണിൻ്റെ മെഷീനുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെസ്റ്റ് എക്സ്റ്റൻഷൻ ചെയ്യാം. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ബൈസെപ്സ് കേർലിങ്ങിന് ആയിട്ടുള്ള മെഷീനുണ്ട്, പിന്നെ സ്മിത്ത് മെഷീനുണ്ട്, ഡിഫറെൻറ്റ് ഡംബിൾസ് ഉണ്ട്. 2.5 തൊട്ട് 30 കിലോയിലുള്ള ഡംബിൾസ് ഉണ്ട്. നമുക്ക് ബെഞ്ച് പ്രസ്സിനുള്ള മെഷീനുണ്ട്, സ്ക്വാട്ടിങ്ങിനുള്ള മെഷീനുണ്ട്, പിന്നെ കേബിൾ ഫ്ലൈസിനുള്ള മെഷീനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മളുടെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ജിമ്മാണിത്. പിന്നെ നമുക്കിവിടെ വെളിയിലാണെങ്കിൽ ടേബിൾ ടെന്നീസിൻ്റെ കോർട്ടും ഉണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോളേജ് തന്നെ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഞാനിവിടെ ക്യാമ്പസിൻ്റെ അടുത്ത് ട്രെക്കിങ്ങിന് പോയ സ്ഥലങ്ങളാണ്. നമ്മളുടെ ക്യാമ്പസിൽ നിന്ന് അറൗണ്ട് 2 hour ട്രാവലേ ഉള്ളൂ ഈ സ്ഥലങ്ങളൊക്കെ. ഫസ്റ്റ് നമ്മളാണെങ്കിൽ ഇവിടുന്ന് കുളുവിൽ പോകണം, അത് അറൗണ്ട് 2.5 hour ട്രാവലുണ്ട്. പിന്നെ അവിടുന്ന് ഈ ട്രെക്കിംഗ് സ്പോട്ട്സ് എല്ലാം 1 hour 2 hour ഗ്യാപ്പിലാണ്. നിങ്ങൾക്കാണെങ്കിൽ അഡ്മിഷൻ വൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഞാനാണെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്രൊവൈഡ് ചെയ്തേക്കാം. സോ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം.